ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹെയർ കെയർ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഞാൻ ഹെയർ ഗ്രോത്ത് ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചാൽ ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ ലോസ് ഒരുപാട് ആൾക്കാർക്കും പല പല രീതിയിൽ വരാം. ഒന്ന് നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം വരാം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇന്ത്യയിലായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് തൈറോയിഡ് അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കാരണം വരാം. പിന്നെ നമ്മൾ ഹെറിഡിറ്റി ആയിട്ട്, അതായത് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും കഷണ്ടിയോ ബോൾനെസ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കാരണമൊക്കെ വരാം. പിന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഹെയർ ലോസ് വരാം. പിന്നെ നമ്മുടെ പ്രഗ്നൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഹെയർ ലോസ് വരാം. അപ്പൊ അതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഹെയർ ഗ്രോത്തിനെ പറ്റി, നമ്മൾ ഹെയർ ഗ്രോത്ത് ജേണിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും ഹെയർ ഗ്രോത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത്. ചില ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സെയിം സാധനം മറ്റു ചില ആൾക്കാർക്ക് റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പൊ അതെല്ലാം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറൻഷിയേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ഇത് ഇത്രയും മനസ്സിലാക്കുക ഫസ്റ്റ്. ഇനി നമുക്ക് ഓരോ ഹെയർ കെയർ ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. അതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ആനാഗെയിൻ അല്ലെങ്കിൽ ആനാജിൻ. ഇങ്ങനെ പല പല രീതിയിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പയറില്ലേ, പയർ മുളപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സാധനം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ബൊട്ടാണിക്കലായിട്ട് ഫംഗ്ഷനും ഉണ്ട്, അതായത് ബയോ ആക്റ്റീവ് ഫംഗ്ഷനും ഉണ്ട്, നറിഷ്മെന്റ് ഫംഗ്ഷനും ഉണ്ട് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ ചെന്നിട്ട് നമ്മുടെ ഹെയർ ഫോളിക്കിൽ ഒരു പാപ്പില്ല സെല്ല് ഉണ്ട്, നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഡെർമ പാപ്പില്ല സെൽ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ചെന്നിട്ട് ഇതിന് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ സെൽസിന് ഒരുപാട് ഫേസിലെ അതിനകത്ത് ഒരു ഫേസ് ആണ് ആനാജൻ ഫേസ്. ആനാഗെയിൻ ആനാജനും ഇപ്പൊ ആ ഒരു ഇത് മനസ്സിലായാലും ഈ ആനാജൻ ഫേസിന് പ്രൊലോങ് ചെയ്യാൻ, അതായത് വളരെ ഒരുപാട് നേരം പിടിച്ചു നിർത്താനായിട്ട് ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയന്റിന് പറ്റും. അത് കാരണം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് ആണ് ആനാജൻ ഫേസ്. അപ്പൊ ഈ ആനാജൻ ഫേസിന് പ്രൊലോങ് ചെയ്ത്, അതായത് ഒരുപാട് നേരം പിടിച്ചു നിർത്താനായിട്ട് ഈ ഒരു ആനാജിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് പറ്റും. അത് കാരണം നമ്മുടെ മുടി വളരുന്ന ആ ഫേസ് ഒരുപാട് നേരം നിൽക്കുന്നുണ്ട്. ടീലോജൻ ഫേസ്, അതായത് നമ്മുടെ ഹെയറിന് ഷെഡ് ചെയ്യുന്ന ഫേസിന് നമ്മൾ ടീലോജൻ ഫേസ് എന്ന് പറയുന്നത്. ഇത് താമസിപ്പിക്കാനും ഈ ഒരു സാധനത്തിന് പറ്റുന്നതുകൊണ്ടാണ് ഇത് ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പയർ മുളപ്പിച്ചത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ റീസൺ ഈ ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഈ ഒരു സാധനത്തിനകത്ത് ഉള്ളത് കൊണ്ടാണ്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് മാത്രം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇത് മാത്രം നമ്മൾ ഹെയറിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് വരത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി എങ്ങനെയൊക്കെ ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്ന് നോക്കാം. ഇനി ഇതെങ്ങനെയൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഹെയറിന് മൊത്തത്തിലുള്ള ഒരു വളർച്ച സൈക്കിളിന് നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ മെയിനായിട്ടും 5 രീതിയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനാജൻ ഫേസിനെ ഇത് പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഇത് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അത് കാരണം നമ്മുടെ മുടി വളർന്നുകൊണ്ടിരിക്കും, മുടി നല്ല ഫുള്ളറാവും, തിക്കറായിട്ടും ഇരിക്കും. അടുത്ത ഹെയർ ഗ്ലോസിനെ റെഡ്യൂസ് ചെയ്യും, അതായത് നമ്മുടെ ടീലോജൻ ഫേസിന് ഇത് തടഞ്ഞു നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കാരണം നമ്മുടെ മുടി പൊഴിയുന്നത് ഇത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കാരണം നമുക്ക് മുടി പൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് പറ്റും. മൂന്നാമത്തേന്ന് വെച്ചാൽ ഇത് എല്ലാവരും പറയുന്നത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. അതായത് ഈവൻ ദോ നമ്മൾ കെമിക്കൽ ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പീയുടെ സ്പ്രൗട്ടിൽ നിന്ന്, അതായത് പയർ മുളപ്പിക്കുന്നതിൽ നിന്നുണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള സാധനമല്ല നമ്മുടെ ഹെയറിനോ ബോഡിക്കോ ഒന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അത് സേഫ് ആയിട്ട് നമുക്ക് പറയാം. അടുത്തതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈസി ടു യൂസ് ആണ് ഹെയറിൽ. അതായത് നമുക്ക് പയർ മുളപ്പിച്ച് കഴിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ അനാജൻ അടങ്ങിയ ഒരുപാട് ഹെയർ ഗ്രോത്ത് സിറംസ് അവൈലബിൾ ആണ്. അപ്പൊ അതുവഴി നമുക്ക് ഇത് ഉപയോഗിക്കാനും പറ്റും. അടുത്ത 5-മത്തായിട്ട് എല്ലാവരും ചോദിക്കുന്നത് എന്റെ ഹെയർ ടൈപ്പ് ഇതാണ്, എന്റെ ഹെയർ ടൈപ്പ് അതാണ്, അല്ലെങ്കിൽ എന്റെ സ്കാൽപ്പ് ഓയിലിയാണ്, എന്റെ സ്കാൽപ്പ് ഡ്രൈ ആണ്, എനിക്ക് ഡാൻഡ്രഫ് ആണ്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് എല്ലാ സ്കാൽപ്പ് ടൈപ്പിനും എല്ലാ ഹെയർ ടൈപ്പിനും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് കൂടെയാണ് ആനാജൻ. ഇനി ഏതൊക്കെ ഹെയർ ഗ്രോത്ത് സിറത്തിനകത്ത് ഇത് ഉണ്ട് എന്നുള്ള ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. തുടക്കത്തിൽ നമ്മൾ ഇത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞുതരാം. ഞാനിത് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ കെയർ നമ്മളിപ്പോൾ എല്ലാ ഒരു ഇൻഗ്രീഡിയൻസിനെ പറ്റി നിങ്ങൾ അവെയർ ആണ്. അതായത് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസിനെ പറ്റി നിങ്ങൾ അവെയർ ആണ്. പക്ഷെ നിങ്ങൾ അവെയർ അല്ലാത്ത ഹെയർ ഗ്രോത്തിലോട്ട് വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെർട്ടിക്കുലർ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഫസ്റ്റ് പറയാൻ മറന്നുപോയി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. അടുത്ത രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് റെഡ്നസീൽ. റെഡ്നസീൽ നിങ്ങൾ ഒരുപാട് ഹെയർ ഗ്രോത്ത് സിറത്തിനകത്ത് ആ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഈ റെഡ്നസീൽ പ്ലാന്റ് ഡിറൈവ്ഡ്
ഹെയർ കെയർ പ്രൊഡക്റ്റ് ആണ്. അതായത് ഒരു പ്രോട്ടീൻ ആണ്, പ്ലാന്റിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു പ്രോട്ടീൻ ആണ്. മെയിൻ ആയിട്ട് 2 മോളിക്യൂളിൽ നിന്നാണ് എടുക്കുന്നത്. അങ്ങോട്ട് ഞാൻ ഡീപ്പായിട്ട് പോണില്ല. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആനാജൻ ഫേസിലാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ റെഡ്നെസ്സിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റെം സെൽസിനാണ്. എന്താണ് സ്റ്റെം സെൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയെ ബിൽഡ് ചെയ്യുന്ന ബേസിക് ഫൗണ്ടേഷൻ സെൽസ് ആണ്. ഈ സ്റ്റെം സെൽസിൽ നിന്നാണ് ഓരോ പെർട്ടിക്കുലർ ഇതിന്റെ ഫംഗ്ഷന് വേണ്ടിയുള്ള സെല്ല് ഉണ്ടാവുന്ന. ഈ ഒരു സെല്ലിൽ നിന്നാണ്, സ്റ്റെം സെൽസിൽ നിന്നാണ്. റെഡ്നെസ്സിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സ്റ്റെം സെൽസിന് പുതിയതായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് റെഡ്നെസ്സിൽ പറ്റും. അതായത് ഹെയർ ഫോളിക്കിൾ സെല്ലായിട്ട് മാറാനായിട്ട് സ്റ്റെം സെല്ലിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ റെഡ്നെസ്സിന് പറ്റും. അപ്പൊ അത് കാരണം നമ്മുടെ ഹെയറിന് നാച്ചുറൽ ആയിട്ട് ഹെയർ ഗ്രോത്ത്, അതായത് വർക്കിംഗ് ഫേസിലുള്ള സെൽസിന്, ഡൈയിങ് ആയ സെൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇല്ലാത്ത സെല്ലല്ല പറയുന്നത്, ആക്റ്റീവ് ആയിരിക്കുന്ന സെല്ലിനെ ഈ റെഡ്നെസ്സിൽ പ്രൊമോട്ട് ചെയ്യും. അത് കാരണം നമുക്ക് പുതിയ പുതിയ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാവും. അത് കാരണം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് അനാജനുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ, അനാജൻ ടീലോഫേസിനെ എങ്ങനെ പിടിച്ചു നിർത്തുന്നോ അതുപോലെ, അതായത് ടെലോഫേസിൽ, അതായത് മുടി കൊഴിയുന്ന ആ ഒരു ഫേസിൽ എങ്ങനെ അനാജൻ വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ റെഡ്നെസ്സിലും നമ്മൾ ആ ഒരു ഫേസിലോട്ട് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതായത് മെയിൻ ആയിട്ട് റെഡ്നെസ്സിലെ ഫംഗ്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, പുതിയ സ്റ്റെം സെൽസിൽ നിന്ന് നമുക്ക് ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ മുടി കൊഴിക്കലിന് കാരണമായിട്ടുള്ള ഫേസിനെ തടയാനായിട്ടും റെഡ്നെസ്സിലും പറ്റും. മെയിൻ ആയിട്ട് ഇപ്പൊ റെഡ്നെസ്സിൽ എന്തൊക്കെയാണ് മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് പുതിയ ന്യൂ ഹെയർ ഗ്രോത്ത് സെൽസ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാക്കാനായിട്ട് റെഡ്നെസ്സിലിന് പറ്റും. രണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന്, ഹെയർ ഫോളിന് റീസൺ ആവുന്ന ഫേസ് ആയ ടീലോജൻ ഫേസിനെ തടഞ്ഞു നിർത്താനായിട്ട് റെഡ്നെസ്സിലിന് പറ്റും. പിന്നെ ഇത് കംപ്ലീറ്റ്ലി സേഫ് ആണ്. നമ്മുടെ പ്ലാന്റ് ഡിറൈവ്ഡ് ആയതുകൊണ്ട്, എല്ലാ പ്ലാന്റ് ഡിറൈവ്ഡും സേഫ് ആണെന്നല്ല, പക്ഷേ റെഡ്നെസ്സിൽ സേഫ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. എല്ലാ ഹെയർ ടൈപ്പിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് റെഡ്നെസ്സിൽ. നമുക്ക് ഡാൻഡ്രഫ് അങ്ങനെ ഒന്നും ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. അടുത്ത നാലാമത്തെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ചധികം നാൾ നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഒരു ഇൻഗ്രീഡിയന്റ് നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ റെഡ്നെസ്സിലൊക്കെ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അത്രയും യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹെയറിനോ നമ്മുടെ ബോഡിക്കോ പ്രശ്നമൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ റെഡ്നെസ്സിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനല്ലാതെ റെഡ്നെസ്സിലിന് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷനും കൂടി ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫൈബറില്ലേ, അതായത് മുടിയുടെ നീളത്തിലുള്ള ഫൈബർ, ഈ ഫൈബറിനെ നന്നായിട്ട് ബലപ്പെടുത്താനായിട്ട് റെഡ്നെസ്സിലിന് പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെം സെല്ല് വഴി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫൈബറിനെ നന്നായിട്ട് സ്ട്രോങ് ആക്കാനായിട്ട് റെഡ്നെസ്സിലിന് പറ്റും. അപ്പൊ നിങ്ങൾക്ക് അധികം സ്ട്രെങ്ത് ഇല്ലാത്ത ഹെയർ ഗ്രോത്ത് ഒക്കെ നോർമലാണ്, ഹെയറിന് അധികം നമ്മൾ മുടി പെട്ടെന്ന് പൊട്ടി പോകുന്നെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാനായിട്ട്, അത് തടയുന്ന, ആ പൊട്ടി പോകുന്നത് തടയാനായിട്ട് റെഡ്നെസ്സിലിന് പറ്റും. അതുപോലെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ഡാമേജുകളില്ലേ, പൊല്യൂഷൻ, സൺ ഡാമേജ് ഹെയറിന് വരാലോ. അപ്പൊ സൺ ഡാമേജ് ഒക്കെ കാരണം ഉണ്ടാവുന്ന ആ ഒരു ഹെയർ ഡാമേജിനെ തടയാനായിട്ടും, അല്ലെങ്കിൽ വന്ന ഡാമേജ് നമുക്ക് ഒരു പരിധി വരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടും റെഡ്നെസ്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ 2 ഇൻഗ്രീഡിയന്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, ആനാജനും അതുപോലെ റെഡ്നെസ്സിലും. ആനാജൻ അല്ലെങ്കിൽ ആനാഗെയിൻ എന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്തിനെയാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ റെഡ്നെസ്സിൽ നമുക്ക് ഒരു ഓവറോൾ പ്രൊഡക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ക്യാപ്പസിൽ. ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് ഈ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഹെയർ ലോസ്, അതല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഹെയർ ലോസ് ഒക്കെ ഒരു പരിധിവരെ തടയാനായിട്ട് ഈ ക്യാപ്പസിലിന് പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ക്യാപ്പസില് നമ്മുടെ DHCT എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ്. നമുക്ക് മെയിൻ ആയിട്ട് ആണുങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഹോർമോൺ റിലേറ്റഡ് ഏജ്ഡ് ആയിട്ടുള്ള ഹെയർ ലോസ് ഉണ്ടാവാനായിട്ട് കാരണമാണ്. ഇതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ നമ്മുടെ ക്യാപ്പസിലിന് പറ്റും. ഈ DHT എന്ന് പറയുന്ന ഹോർമോൺ, അത് അതിന്റെ ഫുൾ ഫോം ഞാൻ പറയുന്നില്ല. അപ്പൊ ആ ഹോർമോൺ എന്താന്ന് വെച്ചാൽ, അതിന്റെ ഓവർ സ്റ്റിമുലേഷൻ കാരണം നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അത് കാരണം നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ചുരുങ്ങാൻ തുടങ്ങും. അത് കാരണമാണ് നമുക്കൊരു പരിധിവരെ ഈ ഒരു DHT കാരണം ഉണ്ടാവുന്ന ഹെയർ ലോസ് ഉണ്ടാവുന്നത്. ക്യാപ്രിസിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ആ ഒരു സെല്ലിനെ നശിക്കാനായിട്ട്, ഷ്രിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ല. ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ ഓൾറെഡി ഹോർമോൺ ഇത് ബ്ലോക്ക് ചെയ്യും, ഒന്ന്. പിന്നെ രണ്ടാന്ന് വെച്ചാൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മുടെ സെല്ലിനെ പ്രോട്ടീൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് നമ്മുടെ സെല്ലിന് പുറത്തൊക്കെ ഉള്ള സാധനം ഇതിനെ ഷ്രിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാതെ ഇതിനെ പ്രൊമോട്ട് ചെയ്യും. അത് കാരണം നമ്മുടെ സെല്ല് ഷ്രിങ്ക് ആവാതെ അങ്ങനെ തന്നെ നിൽക്കും. അത് കാരണം നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ട്രോപ്പിക്കലായിട്ട് ഇത് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എല്ലാത്തിനും ചെയ്യുന്ന പോലെ ഇതും ഒരു പാച്ച് ടെസ്റ്റ് വഴി വേണം നമ്മൾ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഏത് ഹെയർ കെയർ പ്രൊഡക്റ്റ്, ഏത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻസ് തോന്നിയാൽ, അത് ഓവറായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ
അടുത്തുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ടും ചെയ്യണം. ഇതല്ലാതെ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യം. ഓക്കെ, ഇത് നമ്മുടെ വീഡിയോയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് കാരണം നമുക്ക് ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് ഹെയർ ലോസ് ഉണ്ടാവുന്നെങ്കിലും ഒരു പരിധിവരെ തടയാനായിട്ട് ക്യാപ്സിൽ അടങ്ങിയ ഹെയർ ഗ്രോത്ത് സിറംസ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ആണുങ്ങൾക്കാണ്, നിങ്ങൾക്ക് പ്രായം ഹെറിഡിറ്റി കാരണം നിങ്ങൾക്ക് ബോൾഡ്നെസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന് ഹെൽപ്പ്, അത് തടയാനായിട്ട് നമുക്ക് ഇത് കുറച്ച് നേരത്തെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ എന്നും പറഞ്ഞിട്ട് ഇത് നമ്മുടെ ആനാജൻ ഫേസിനെയോ ടീലോജൻ ഫേസിനെയോ ഇത് ഒരുപാട് അഫക്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ലോസിനെയാണ്. 4ാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് പ്രോക്യാപ്രിൻ. ഇത് നേരത്തെ പോലെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ലോസിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ഇതും DHT എന്ന് പറയുന്ന ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, ഇത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിനെ ആണെങ്കിൽ ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോമിനന്റ് സെൽസ്, അതായത് നമ്മുടെ സ്റ്റെം സെൽസ് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാവുന്ന സ്റ്റെം സെൽസ് ഫോളിക്കുലർ സെൽസ് ആയിട്ട് മാറി ഹെയർ ഗ്രോത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കും. പക്ഷെ ഈ ഒരു ഹോർമോൺ പ്രോബ്ലം കാരണം ഈ സെൽസ് ബ്ലോക്ക് ആവും. ഈ ബ്ലോക്കിനെ എടുത്തു കളയാനായിട്ട് ഈ പ്രോക്യാപ്പലിന് പറ്റും. അതുകൊണ്ട് തന്നെയാണ് PCOS കാരണം ഉണ്ടാകുന്ന ഹെയർ ലോസ്, അതുപോലെ തന്നെ ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന ബോൾഡ്നെസ്സിനെയൊക്കെ തടയാനായിട്ട് ഒരു പരിധിവരെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് മാത്രമല്ലാണ്ട് ഇതിന് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ ഹെയറിനെ നന്നായിട്ട് നറിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ബ്ലഡ് ഫ്ലോ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അത് കാരണം എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഹെയർ ബ്ലഡ് നല്ല രീതിയിൽ സ്കാൽപ്പിലോട്ട് എത്തുകയും അത് കാരണം നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന് നല്ല നറിഷ്മെന്റ് കിട്ടുകയും അങ്ങനെ നമുക്ക് ഹെയർ ഗ്രോത്ത് വളരാനും ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ഹെയർ ഗ്രോത്തിന് മാത്രമല്ല ഹെയറിന്റെ ഫൈബറിനെ സ്ട്രെങ്ത് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ അത്യാവശ്യം നറിഷ്മെന്റ് എല്ലാം നമ്മുടെ സ്കാൽപ്പിൽ എത്തുന്നത് കൊണ്ട് തന്നെ ഹെയർ ഗ്രോത്തിന് ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം ഒരുപാട് രീതിയിൽ പ്രോക്യാപ്പിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബ്ലോക്ക് എടുത്ത് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹോർമോൺ റിലേറ്റഡ് ആണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മാത്രമല്ല നമ്മൾ നറിഷ്മെന്റ് എത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെയും ഹെയറിന്റെ ആ ഫൈബറിനെ ഇത് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. പക്ഷേ ഇത് ഒരിക്കലും അനാജൻ ഫേസിനെയോ ടീലോജൻ ഫേസിനെയോ പ്രൊലോങ് ചെയ്യാനോ അനാജൻ ഫേസിനെ പ്രൊലോങ് ചെയ്യാനോ ടീലോജൻ ഫേസിനെ കുറയ്ക്കാനോ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അത് അങ്ങനെ നമുക്കൊരു ബന്ധമില്ല. അത് നമുക്ക് ആദ്യത്തെ 2 സാധനങ്ങൾ മാത്രമേ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ, അനാജനും അതുപോലെ റെഡ്നെസ്സിലും. ഈ പറഞ്ഞ 2 സാധനം കൂടുതൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് പക്ഷെ നറിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഹെയർ ഫൈബറിന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ സ്ത്രീകൾക്ക് വരുന്ന PCOS ഒക്കെ നമുക്ക് തടയാനായിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഒരു പരിധി വരെ. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, നമുക്ക് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് തടയാനായിട്ട് ഭയങ്കര പാടാണ്. കാരണം ഈ ഒരു ഹോർമോണിന് നമ്മൾ ഹെയർ ഫോളിക്കിളിൽ എത്തുന്ന ഹോർമോണിനെ തടയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ആ ഒരു ടൈപ്പ് എൻസൈംസോ അല്ലെങ്കിൽ പ്രോട്ടീൻസോ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അടുത്ത ലാസ്റ്റ് ആണ് മിനോക്സിഡിൻ. ഇത് എല്ലാവരും ചോദിക്കുന്നതിന് ഹെയർ ഗ്രോത്ത് ഹെൽപ്പ് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി മെയിൽസിനും ഫീമെയിൽസിനും അലപേഷ്യ പോലെയുള്ള അസുഖങ്ങൾ മാറ്റാനായിട്ട് മിനോക്സിഡിൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അത് ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മൾ ആദ്യമേ പറഞ്ഞ 2 പോലെ ഇതും നമ്മുടെ ആനാജൻ ഫേസിനെ പ്രൊലോങ് ചെയ്തിട്ട് ടീലോജൻ ഫേസിനെ തടയുകയാണ് ചെയ്യുന്നത്. ഇത് പക്ഷേ നമുക്ക് കഴിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും, ടോപ്പിക്കൽ ഫോമിൽ യൂസ് ചെയ്യും. നിങ്ങൾ മിനോക്സിഡിൽ ഹെയർ ഗ്രോത്തിനായിട്ട് കഴിക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ എടുക്കാവുള്ളൂ. ആപ്ലിക്കേഷൻ നമുക്ക് അല്ലാണ്ട് സൊല്യൂഷനും ഫോമിന്റെ ഫോമിലും കിട്ടും. അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾ അല്ലാണ്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ വേറൊരു സൈഡ് എഫക്റ്റ് മിനോക്സിഡിന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോ ഉപയോഗിച്ച് കുറച്ച് നാൾ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഫോൾ ഡെഫിനറ്റ്ലി ഉണ്ടാകും. കാരണം ടീലോജൻ ഫേസിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ടീലോജൻ ഫേസിന് അത് നമ്മൾ പെട്ടെന്ന് റിലീസ് ചെയ്യണം. അപ്പൊ അത് കാരണം പെട്ടെന്ന് നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. 2 വെച്ചാൽ നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ക്യാറ്റ്സ് ഉണ്ടെങ്കിൽ മിനോക്സിഡിൽ അവരുടെ പ്രസൻസിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അടുത്ത 3ാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാം, ആസ് ലോങ് ആസ് നമ്മൾ ആ ഒരു ഡിസൈർഡ് കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ. അതല്ലാണ്ട് ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഒരു 5% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് എക്സീഡ് ആയിട്ട് 12% ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഡെഫിനറ്റ്ലി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മൾ പോയി വാങ്ങിക്കും. അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല. 2 to 5% വരെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഹെയർ ഗ്രോത്തിന്. ഇനി ഇത്രയും നമ്മൾ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹെയർ കെയർ ഇൻഗ്രീഡിയൻസിന്റെ പേര് പറഞ്ഞു തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ ഒരു 5 ഇൻഗ്രീഡിയൻസ് വെച്ച് മനസ്സിലായല്ലോ, നമുക്കൊരു അത്യാവശ്യം ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് ഈ സാധനങ്ങൾ നമ്മൾ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. ഇനി അടുത്ത് നിങ്ങൾ ചോദിക്കുന്നത് ഏതൊക്കെ ഹെയർ ഗ്രോത്ത് സിറംസ് ആണ് നല്ലതെന്ന്. പേഴ്സണലി ചോദിച്ചാൽ എന്റെ ഫേവറേറ്റ് ഒന്ന് വിഷ് കെയറിൻ്റെത്, മിനിമലിസ്റ്റിൻ്റെത്, പിൽഗ്രിമിൻ്റെത്, പിന്നെ നമ്മൾ ദ ഓർഡിനറിയുടെ ഹെയർ ഗ്രോത്ത് സിറം അത്യാവശ്യം നല്ലതുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ ഒരുവിധം എല്ലാം ക്ലിയർ ആയാലും ഈ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് Q&A തീർക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് Q&A ചോദിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്ന ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.